ഇന്ന് ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒരു വിഷയത്തെക്കുറിച്ചും പറയാനില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ മറുപടിയും പറയുന്നില്ല. ഇന്നത്തെ വിഷയം ഞാൻ ഈ വിഷയം പറയുന്നു. ഈ വിഷയം മാത്രമേ ഇന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ. അതായത് ഈ വാനരന്മാരെന്ന് ഇനിയും സുരേഷ് ഗോപി വിളിക്കട്ടെ എന്നാണ് താങ്കൾ പറയുന്നത്. ഈ പരാതിക്കാർക്കെതിരെയൊക്കെ വാനരന്മാരെന്ന് ഇനിയും വിളിച്ചോട്ടെ സുരേഷ് ഗോപി എന്നുള്ളൊരു മൗന അനുവാദമാണ് താങ്കൾ കൊടുക്കുന്നത്. താങ്കളുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ പരാതി നൽകിയവരെ ഇത്തരം വാനരന്മാരെന്ന് അധിക്ഷേപിച്ചിട്ടുള്ളത്. അതിൽ താങ്കൾക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് ചോദ്യം. താങ്കൾക്കൊന്നും പറയാനില്ല. ചോദ്യം ഉത്തരവ് സ്വയം പറഞ്ഞതുണ്ട്. താങ്കൾക്ക് അതിലൊന്നും പറയാനില്ലല്ലോ. നിരവധി തവണയാണ് ചോദിക്കുന്നത്, ഒരു തവണയല്ല. നിരവധി തവണ ഞാൻ വിശദീകരിച്ചു. കേരള സർക്കാരാണ് ഇതിനെല്ലാം പ്രശ്നം എന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. രാജ്യത്തെമ്പാട് നടക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകളിൽ താങ്കൾ വിശദീകരിക്കുന്നത് കേരള സർക്കാരിന്റെ കുറ്റമാണ്. ഇത് ചർച്ചയ്ക്കെടുക്കാത്താണ് താങ്കൾ പറയുന്നത്. ഈ കത്തിന്റെ പേരിലുള്ള ഒരു വിവാദം ചർച്ചയ്ക്കെടുത്തില്ല. രാജ്യത്തെമ്പാടും വോട്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ താങ്കൾക്കൊന്നും പറയാനില്ല.